മുഖ്യമന്ത്രിയും ഒരുമിച്ച് ഓണസദ്യ ഉണ്ണുന്ന ഒരു ചിത്രം പുറത്തേക്ക് വന്നിരുന്നു. കേസാണെങ്കിൽ അത് ചെയ്യുമായിരുന്നു? ഞാൻ ചെയ്യില്ല. മോശമായി പോയി. ഒഴിവാക്കേണ്ടതായിരുന്നു അല്ലേ? അതിലൊന്നും പറഞ്ഞാൽ ഞാൻ പറയും. പാർട്ടി ഏറ്റവും ഗൗരവമായി എടുത്ത ഒരു പോലീസ് അതിക്രമ കേസാണ് ആ കേസ്. നമ്മൾ ഇതുവരെ ഇങ്ങനത്തെ ഒരു അനുഭവം നമുക്കുണ്ടായിട്ടില്ല. ഇത്രയേറെ മർദ്ദനം സഹിച്ച ഒരു പോലീസ് പ്രോസിക്യൂഷൻ വളരെ വളരെ മോശം. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് പാർട്ടി ആലോചിച്ചിട്ടുണ്ട്, ചർച്ച നടത്തിയിട്ടുണ്ട്. അത് നിയമാനുസൃതമായി അതിനെക്കൊണ്ട് അത് ഫേസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് മുൻപോട്ട് പോകും. അന്ന് തന്നെ ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്ന ദിവസം തന്നെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഒരുമിച്ച് ഓണസദ്യ ഉണ്ണുന്ന ഒരു ചിത്രം പുറത്തേക്ക് വന്നിരുന്നു. കേസാണെങ്കിൽ അത് ചെയ്യുമായിരുന്നു? ഞാൻ ചെയ്യില്ല. മോശമായി പോയി. ഒഴിവാക്കേണ്ടതായിരുന്നു അല്ലേ? അതിലൊന്നും പറഞ്ഞാൽ ഞാൻ പറയുന്നില്ല. അത് പറയുന്നത് ശരിയല്ല. അല്ല, അതില് പല ഈ ഇതൊക്കെ കണ്ടു. കേസായിരുന്നുവെങ്കിൽ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു, അത് മോശമായി പോയി എന്നിട്ട് നിങ്ങളുടെ പ്രവർത്തകർ തന്നെ ആ രീതിയിലുള്ള ഒരു വികാരം പങ്കുവെക്കുന്നത് കണ്ടു. അത് പ്രവർത്തകന്മാർ പങ്കുവെച്ചാൽ അത് പങ്കുവെച്ചതങ്ങ് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞാൽ മതി. പ്രവർത്തകന്മാരല്ലേ പറഞ്ഞു, അത് നിങ്ങൾ പറഞ്ഞാൽ മതി. ഈ പ്രവർത്തകർക്കിടയിൽ വലിയ വികാരം ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ ആ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ? ഞാൻ ചോദിക്കട്ടെ, ഒരു മനുഷ്യത്വമുള്ള ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ നിൽക്കുന്ന ഒരു പൗരനെ ഇതുപോലെ ചെയ്യുമോ? അദ്ദേഹത്തിൻ്റെ മകനോ അദ്ദേഹത്തിൻ്റെ സഹോദരനെയോ ആണ് ഈ അക്രമം നടത്തിയതെങ്കിൽ അവരെങ്ങനെയാണ് അതിനെ ഫേസ് ചെയ്യുക? മനുഷ്യത്വമുള്ളവർ തന്നെ ആലോചിക്കട്ടെ. CPM അല്ല, അവർ CPM ആണ് എന്താന്ന് നമ്മൾ രാഷ്ട്രീയം ചോദിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തെ ഒരു ഉദ്യോഗസ്ഥൻ, പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു സാധാരണക്കാരായ ആളുകളെ ഒരു ചെറിയ ക്രിമിനൽ കുറ്റത്തിൻ്റെ പേരിൽ ഇതുപോലെ മർദ്ദിക്കുക എന്ന് പറയുന്നത് എന്താ കഥ? ക്രിമിനൽ കുറ്റവും ഇല്ല. എന്താ ക്രിമിനൽ കുറ്റം? നമ്മളെ ഭാഗത്തുനിന്ന് എന്താ ക്രിമിനൽ കുറ്റം? ഒന്നുമില്ല. ഓൻ്റെ പേരിൽ കേസില്ല. പിന്നെ എന്തിനാ ഓനെ മർദ്ദിച്ചത്? ആ സമയത്ത് ഉയർത്തുന്നതിൽ ഏതെങ്കിലും തരത്തിൽ പരാജയം സംഭവിച്ചിട്ടുണ്ട്? ഈ 2 വർഷം മുമ്പാണല്ലോ ആ സംഭവം നടന്നത്. അപ്പോൾ തന്നെ ആ വിഷയം ഉയർത്തുന്നതിൽ ഏതെങ്കിലും തരത്തിൽ വീഴ്ച വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ അത് കുറച്ചും കൂടെ നേരത്തെ ആ വിഷയം ടേക്കപ്പ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ആ ടേക്കപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. മറ്റൊന്ന്, ഈ KPCCയുടെ ഒരു സമൂഹ മാധ്യമ പേജിൽ വന്ന ഒരു BD ബീഹാർ പരാമർശം വലിയ രീതിയിൽ ഇവിടെ BD ബീഹാർ എന്നൊരു പരാമർശം GST-യുമായി ബന്ധപ്പെട്ട് അത് ഇപ്പോൾ BJP വലിയ രീതിയിൽ ഒരു ആയുധമാക്കി മാറ്റുകയാണ്. അതൊരു എന്താ പറയുക, അതിനെ കുറിച്ചിട്ട് അല്ല, വിഷയം പഠിച്ചിട്ടില്ല. ഒഴിവാക്കേണ്ടതായിരുന്നു. KPC പ്രസിഡന്റ് അത് ഒഴിവാക്കിയിട്ടുണ്ട്. അത് ഒഴിവാക്കേണ്ടതായിരുന്നു. അത് പാർട്ടി ചെയ്തിട്ടുണ്ട്. യൂത്ത് അത് വരും. അത് ചർച്ച നടക്കുന്നുണ്ട്. വലിയ മർദ്ദനേൽക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ പോകുമ്പോൾ നേതൃത്വമില്ല, ഒരു അധ്യക്ഷനില്ല. അത് പലരും ഉന്നയിക്കുന്നുണ്ട്, ഒരു അധ്യക്ഷനില്ലാത്ത. അത് ശരിയാണ് നിങ്ങൾ പറയുന്നത്. ആ ഒരു പോരായ്മ അടിയന്തരമായിട്ട് പരിഹരിക്കാനുള്ള നടപടിയായിട്ട് പാർട്ടി മുന്നോട്ട് അതുണ്ടാവുമല്ലോ. നമ്മളെ കോൺഗ്രസിനെ പോലത്തെ ഒരു പാർട്ടിക്കകത്ത് സ്ഥാനമാനങ്ങൾ നേടാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായും അതിനകത്ത് ഒരു വ്യക്തിയെ കണ്ടെത്താനുള്ള സാവകാശമുണ്ട്. സമയം ഒത്തിരി വേണം. ആ സമയമാണ് നമ്മൾ എടുക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റ് മാറിക്കഴിഞ്ഞാൽ വൈസ് പ്രസിഡന്റ് ഉണ്ട്, അതിൻ്റെ അടുത്ത ജനറൽ സെക്രട്ടറി ചുമതല വഹിക്കുന്നവരുണ്ട്. പ്രധാനപ്പെട്ട അവരെ ആരെങ്കിലും പരിഗണിക്കുന്നതിന് പകരം കൂടുതൽ പേരെ പരിഗണിക്കുന്നതുകൊണ്ടാണോ അങ്ങനെ വൈകുന്നത്? അല്ല, അത് നമുക്ക് അതിനൊരു ഉത്തരവാദപ്പെട്ട ഒരാൾ എന്ന് പറയുന്നത്, നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സും ആത്മാർത്ഥമായ ഒരു പ്രതിബദ്ധതയുമുള്ള ഒരു നേതാവിനെ വെക്കണം ആ പരിസരത്ത്. പ്രസിഡന്റ് ഇല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ്, അങ്ങനെ അതിന്റെ തൊട്ട് താഴെയുള്ള പദവികൾ വഹിക്കുന്നവർ സാധാരണ അവരെ പരിഗണിക്കും. അത് പരിഗണിക്കുന്നുണ്ട്. എന്റെ പേര് ഞാൻ തന്നെയാണ് പറയേണ്ടത്, ഞാൻ പറയുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ നടപടി ഇപ്പോൾ ഇത്രയും ആയി എന്നിട്ടും ഇതുവരെ കേസുകളൊന്നും, നേരിട്ട് പരാതികളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ. അപ്പോൾ അതുയർത്തി ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇങ്ങനെ പുറത്ത് നിർത്തേണ്ടിയിരുന്നില്ല എന്നുള്ള രീതിയിലുള്ള ചർച്ചകളും ഇപ്പോൾ വരുന്നുണ്ട്. തെറ്റായിപ്പോയോ? ഒരു തിടുക്കത്തിലായിപ്പോയോ? ഞാൻ എൻ്റെ കമൻസ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്.
അതാണ് എൻ്റെ കമൻസ്. അതിന് വേറെ ഒന്നും പറയാൻ എനിക്കില്ല.